വല്ലദീ നഫ്സീ ബിയദീ, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിനെ ആണയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി നമുക്ക് പ്രത്യേകത്ത് പറഞ്ഞാൽ ലാ തഖൂമുസ്സാ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല ഹത്താ തൽഹുറൽ ഫുഹ്ശു വൽ ബുഖ്ലു വയുഹ്ലകൽ വഊൽ വതൽഹുറൽ തഹൂത് ഔ കമാ ഖാല റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫുഹ്ശുകൾ, ആവശ്യമില്ലാത്ത അശ്ലീലതകൾ, അനാചാരങ്ങൾ വ്യാപിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. റസൂലുള്ളാഹി. മറ്റൊരു ഹദീസ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അഖ്ബല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നിട്ട് ഫഖാൽ, ഒരു ഉഗ്ര പ്രഭാഷണം നടത്തുകയാണ്. സഹാബത്തെ ഖംസുൻ, 5 കാര്യം, ഇദബ്തുലീതും ബിഹിൻ അഊദു ബില്ലാഹി അൻ തുദ്രികൂഹുൻ. 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ഭവിച്ചാൽ നിങ്ങൾ അപതാളത്തിലാകും. അല്ലാഹു അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ, ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. പറഞ്ഞു. എന്നിട്ട് അതിൽ ഒന്നാമത്തെ കാര്യം നബി തങ്ങൾ പറയുകയാണ്, ലം തൽഹരിൽ ഫാഹിഷ ഫീ ഖൗമിൻ ഖത്ത് ഇല്ലാ ഫശാ ഫീഹി ഹത്താ യുഇനു ബിഹാ ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ വൽ ഔജാ التي لم تكن مضت في أسلافهم الذين مضوا أو كما قال رسول الله. ഏതൊരു സമുദായത്തിലാണോ അശ്ലീലതകളും അനാചാരങ്ങളും വ്യാപിക്കുന്നത്, ആ നാട്ടിൽ അല്ലാഹു മാരകമായ അറിയപ്പെടാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കാതിരിക്കുകയില്ല. അപൂർവമായ രോഗങ്ങൾ ആ നാട്ടിൽ വ്യാപിക്കാതിരിക്കുകയില്ല. സഹാബത്തെ, അല്ലാഹു അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. 5 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരെണ്ണം മതി നമുക്ക്. ലം തൽഹരിൽ ഫാഹിഷ ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഇലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം തഊൻ വൽ ഔജാ. തമ്മാടിത്തരം കൂടിയാൽ ആ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങൾ കൊണ്ട് അവിടെ പരീക്ഷിക്കും. ബ്രസീലിൽ സിക്ക എന്ന് പറയുന്ന ഒരു രോഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാല ഇന്നി സഖീം, ഖുർആൻ പറഞ്ഞ തന്നെ അത് സഖീം എന്ന് പറഞ്ഞാൽ ഞാൻ രോഗിയാണ്. ഇബ്രാഹിം പറഞ്ഞ പോലെ തന്നെ സിക്ക, ആ രോഗം വളരെക്കൊണ്ടിരിക്കുകയാണ്. രോഗം എന്റെ ബ്രസീൽ ലോകകപ്പ് നടന്നില്ലേ, ലോകത്ത് നിന്ന് 60,000-ഓളം വ്യഭിചാരി പെണ്ണുങ്ങളെ, അഭിസാരികകളെ ടെസ്റ്റ് ചെയ്ത് അവിടെ പന്ത് കളിക്കാൻ വന്ന ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് സമ്മാനിച്ച സ്ഥലമാണ് ബ്രസീൽ. ചുമ്മാ നമ്മള് ചായയും കടിയും കഴിക്കുന്ന പോലെ ചുമ്മാ ഇങ്ങനെ വെച്ചേക്കുന്ന പോലെ ഈ സാധനങ്ങളെ കൊണ്ടാണ് വെച്ചേക്കുക. ഇഷ്ടനുസരിച്ച് പോയിക്കോളി, ഇഷ്ടനുസരിച്ച് എടുത്തോളി. നല്ല ഉഷാറായിട്ട് പന്ത് കളിക്കണം. നമുക്കവിടെ ഫസ്റ്റ് വാങ്ങിച്ചേരണം, ട്രോഫി വാങ്ങിച്ചേരണം. ഒലക്കട മൂട കിട്ടിയത്, ട്രോഫി കിട്ടിയില്ല. എല്ലായിടത്തിനെയും കൊണ്ട് നിരത്തി നിർത്തി. ലോകത്ത് നിന്ന് 60,000-ഓളം, എത്രയോ കോടിക്കണക്കിന് ഡോളറാണ് അതിന് ചെലവാക്കിയത് ബ്രസീൽ. അള്ളാന്റെ കളി എന്തായി? ഇപ്പൊ അവിടെ സിക്ക എന്ന ഒരു രോഗം വ്യാപിച്ചു. 2 വർഷം പെണ്ണുങ്ങൾ ഗർഭിണികളാകാൻ പാടില്ല, തീരുമാനം 2 വർഷത്തേക്ക്. പ്രത്യേകമായ അപൂർവമായ രോഗം ആ പെണ്ണിന്റെ ഗർഭാശയത്തിൽ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം, പെണ്ണുങ്ങൾ ഗർഭിണിയാകാൻ പാടില്ല. പെണ്ണുങ്ങളെയൊക്കെ സ്വന്തം ഭർത്താവിന്റെ അടുത്ത് നിന്ന് ഓടിച്ചുവിടാണ്. അള്ളാന്റെ തർത്തീബ്, തീരുമാനം, പടച്ചവന്റെ തർത്തീബ്, ഓടിച്ചൂടെ പൊയ്ക്കോളം പറഞ്ഞു. ആണുങ്ങളെ കണ്ടുപിടി അല്ല, സത്രത്വം വെച്ച് ഒട്ടിച്ചു വിട്ട് അല്ല വണ്ടി വിട്ടോളാൻ പറഞ്ഞു. ആ പരിസരത്ത് പോലും കണ്ടുപോരുത്. അള്ളാന്റെ തർത്തീബ് എങ്ങനെയായി? നബി തങ്ങൾ പറഞ്ഞ ഹദീസ് യാഥാർത്ഥ്യായില്ലേ? ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ വൽ ഔജാ അല്ലതി ലം തകുൻ മളത് ഫി അസ്ലാഫിഹിം അല്ലദീന മളൗ
മുൻകാലഘട്ടങ്ങളിൽ കേട്ടുകേഴ്വി പോലുമില്ലാത്ത ലോകത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിൽ പരീക്ഷിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിക്ക എന്ന രോഗം. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മുടെ നിക്കാഹുകളിൽ അശ്ലീലങ്ങൾ കൊണ്ട് അമ്മാനമാടരുത്. ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഇസ്ലാമിക ആദർശങ്ങളെ പണയപ്പെടുത്തുന്ന സംസ്കാരമാണ് നമ്മുടെ നിക്കാഹിന്റെ സദസ്സുകളിലെങ്കിൽ ഗാനമേളകള്, ഡിജെകള്, എവിടെ നിന്ന് വന്ന സംസ്കാരമാണിത്? ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കൂട്ടി ഒറ്റക്കിരുത്തി കളിപ്പിച്ച് കയ്യും കൊട്ടി പാട്ടും പാടി ആണിനെയും പെണ്ണിനെയും തലോലിക്കുന്ന ഒരു സംസ്കാരം, കാടൻ നിയമം ഇസ്ലാമിക നിക്കാഹുകളിൽ ഇന്ന് അരങ്ങേറുന്നുവെങ്കിൽ അത് അല്ലാഹുവാണ് സത്യം. അത് മുസൽമാന്റെ നിക്കാഹല്ല, അത് പാശ്ചാത്യന്റെ നിക്കാഹാണ്. അത് ശാപമാണ്. ആ നിക്കാഹിന്റെ കുടുംബത്തിനും ആ ദമ്പതികൾക്കും അല്ലാഹുവിന്റെ ശാപമാണ്. യാതൊരു സംശയവുമില്ല. ആ ദമ്പതികളെ കൊണ്ട് മാതാപിതാക്കൾക്ക് യാതൊരു ഗുണവുമില്ല. വിധങ്ങൾ പറഞ്ഞ വാക്കാണ്, എന്റെ വാക്കല്ല ഇത്. ഹബീബ റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. ആണ് പെണ്ണിന്റെ വേഷം ധരിക്കും, പെണ്ണാണിന്റെ വേഷം ധരിക്കും. നിക്കാഹിന്റെ സദസ്സിൽ നമുക്ക് ഇവിടെ ഗാനമേളയുടെ ആവശ്യമില്ല. ഉണ്ടോ? ഇവിടെ ഞാൻ അന്നൊരു കണ്ടിക്കാതെ കസുകൊട്ട പെണ്ണുങ്ങളെ കണ്ടിക്കാം, കൊട്ടിക്കൊട്ട പെണ്ണുങ്ങളെ കണ്ടിക്കില്ലേ? ആണെന്നെ പെണ്ണെന്നെ ബാ, ആടാണ് പെണ്ണാണ് ബാ. ഇവിടെ കേൾക്കണം, ഇവിടെ പാട്ട് കേൾക്കണം. ആലോചിച്ചു നിക്കാഹിന്റെ സദസ്സുകൾ ആരുടെ സംസ്കാരം? ഖിയാമത്ത് നാൾ അടയാളമാണ്. ഇസ്ലാമിക ചൈതന്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. നിക്കാഹിൽ നടക്കുന്ന ഇസ്ലാമിക ശരീഅത്ത്, ആ ഖുതുബയും ആ നിക്കാഹും ആ ഇജാബ് ഖബൂൽ ആ സന്ദർഭത്തിൽ മാത്രം ഒരു 5 മിനിറ്റ് സമയം, അതങ്ങാണ് ഒരു മണി കൂടിപ്പോയാൽ എന്തെല്ലാം പ്രശ്നങ്ങളാ. ഇതെല്ലാം കഴിഞ്ഞ് ഖബൽതു റളിയതു, ഇഷ്ടപ്പെട്ടോ, തൃപ്തിപ്പെട്ടോ, അൽ ഫാത്തിഹ, യാ അല്ലാഹ്, സംഭവം കഴിഞ്ഞു. അതാണ് ഒറിജിനലായിട്ട് ഇപ്പൊ നിക്കാഹ് നടക്കുന്നത്. ബാക്കിയെല്ലാം നടക്കുന്നത് പിശാചിന്റെ പണിയാണ്. ആണും പെണ്ണും എന്നിട്ട് ഒരുമിച്ചിരുന്ന ഒരു ഡാൻസ്, ആണുങ്ങളും പെണ്ണുങ്ങളും, ഇതൊക്കെ മുസ്ലിങ്ങളെ. എന്നാൽ ആലോചിച്ചോക്ക്, നീ നെറ്റിലെടുത്തിട്ടാണ്. നെറ്റില് വടക്കോട്ടൊക്കെ പോകണം കല്യാണത്തിനൊക്കെ പെണ്ണ് ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ടുപോകുന്ന ടിപ്പറിൽ പെട്ടിയോട്ടോയ്ക്കകത്ത് ക്രെയിനകത്ത് തൂക്കിയിട്ടുണ്ട് പോവാണ്. ക്രെയിനകത്ത് എന്നാൽ ആഖിറത്തിൽ നരകത്തെ ഇവിടെ കൊണ്ടുപോകുന്ന രംഗം അല്ലാഹ് ദുനിയാവിൽ വെച്ച് കാണിച്ചു കൊടുക്കാൻ. വെറുതെ പറയല്ല, വടക്കോട്ട് നമ്മളൊക്കെ പ്രസംഗിക്കാൻ പോകുന്നില്ല. ഇവിടൊക്കെ പോയിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്, പച്ചയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ എന്ത് ഫായിദ? ആര് കേൾക്കാൻ? കേൾക്കൂലല്ലോ. വൈദാ തുത്ലാ അലൈഹിം ആയാതുനാ വല്ലാ മുസ്തക്ബിറാ കല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദ്നൈഹി വഖറാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. പരിശുദ്ധമായ ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖുർആനിന്റെ ഓരോരോ വാക്കുകളും വചനങ്ങളും അതിലുള്ള സത്യസന്ദേശങ്ങളും ഈ ജനങ്ങളുടെ മുന്നിൽ ഓതിക്കൊടുത്താൽ വല്ലാ മുസ്തക്ബിറാ, അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അഹങ്കാരികളായി ധിക്കാരികളായി അവൾ പുറകോട്ട് പോകും. കല്ലം യസ്മഅഹാ, ഇങ്ങനെ ഒരായത്ത് ഞാൻ കേട്ടിട്ടേ ഇല്ല. കഅന്ന ഫീ ഉദ്നൈഹി വഖറാ, പരിശുദ്ധ ഖുർആൻ ഓതി നിന്റെ മുന്നിൽ ദീനിന്റെ കാര്യങ്ങളെ അവതരിപ്പിക്കുമ്പോ അത് കണ്ടിട്ട് കാണാതെ കേട്ടിട്ട് കേൾക്കാത്തതിനെ പോലെ നീ നടന്നാൽ നിന്റെ ചെവിയിൽ എന്തോ ഒരു അടപ്പ് വീണത് പോലെയാണ്. നബിയേ, ആ ഖുർആനിനെ അവഹേളിച്ചു ഓടുന്നവനോട് പറയണേ, നാളെ നാണം കെട്ട ശിക്ഷയെ കൊണ്ടൊരു സന്തോഷ വാർത്ത അറിയിക്കണേ ഹബീബേ. പരിശുദ്ധമായ ഖുർആന്റെ വാക്കുകൾ കേൾക്കാതെ കണ്ട് ഇസ്ലാമിന് എതിരായ പ്രവൃത്തികളാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നെങ്കിൽ വിട്ടേ. അവരോട് പറ, സന്തോഷ വാർത്ത അറിയിച്ചത് നാളെ നരകത്തിൽ മാരകമായ ശിക്ഷയായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദര സഹോദരി, അന്ത്യനാളിന്റെ അടയാള നബീന റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുകയാണ്, എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ പിൻപറ്റുന്ന കാലഘട്ടമായിരിക്കും. എല്ലാ സ്ത്രീകളും പുരുഷന്മാരുടെ കോലം കെട്ടുന്ന കാലഘട്ടമായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അർബഅത്തുൻ, 4 വിഭാഗക്കാർ, യുസ്ബിഹൂന ഫീ ഖളബില്ലാഹ് വയുംസൂന ഫീ സഖത്തില്ലാഹ്. 4 വിഭാഗക്കാരെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ് രാവിലെയും വൈകിട്ടും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലദി അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ വൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിർരിജാൽ. ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണാണ്, പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണാണ്. നബി റസൂലുള്ളാഹി ഖിയാമത്ത് നാളായിട്ട് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പോകുന്ന നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങള് പാന്റ് ടീഷർട്ട് വേണമെങ്കിൽ ചുമ്മാ ഒരു മഫ്ത, അത് ചുമ്മാ പേരിന് ഒരു ടീഷർട്ട്.
ഇത്രയേ ഉള്ളൂ. ഇത് ഖിയാമത്തിന്റെ അടയാളമാണ്. ആണുങ്ങൾ പെണ്ണിന്റെ വശത്തിന്. ആണുങ്ങളോ അവന്റെ കയ്യിലൊരു ചെയിന്, കഴുത്തിലൊരു ചെയിന്, ഇല്ലേ, കഴുത്തിലൊരു ചെയിന്, കയ്യിലൊരു ചെയിന്, ഒരു പൂന്നൂല്, ഇതൊക്കെ കെട്ടിയിട്ട് ആണുങ്ങൾ നടക്കുക. ആണുങ്ങൾക്ക് ഇത് പെണ്ണുങ്ങൾ ഇടേണ്ട സാധനമല്ലേ, ആണുങ്ങൾ ഉള്ളിടാൻ പോണെന്തിന്? അങ്ങനെ അവൻ ചെയ്തു കഴിഞ്ഞാൽ ഖിയാമത്തിന്റെ അടയാളമാണ്. മൃഗങ്ങളോട് വേഴ്ച ചെയ്യുന്നവൻ അല്ലാഹുവിന്റെ കോപത്തിന് അധീനനാണ്. സ്വവർഗ പ്രേമികളെ, സ്വവർഗ ഭോഗികളെ, അവർക്കും അല്ലാഹുവിന്റെ ശാപമാണെന്ന് പറഞ്ഞു. ഖിയാമത്തിന്റെ അടയാളമാണ്, അന്ത്യനാൾ അടയാളമാണ്. ആണിനെ കൊണ്ട് തൃപ്തിപ്പെടും, പെണ്ണ് പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുന്ന നാണം കെട്ട വീഴ്ചയ്ക്ക് ജനങ്ങളെ തയ്യാറാകുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അങ്ങനെ പരിശുദ്ധമായ ഖുർആനിനും ഹദീസിനും ഇസ്ലാമിക ആദർശങ്ങൾക്കും എതിരായി ഈ സമുദായം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യാ സൽമാൻ യലി ഉമ്മതി ഖൗമൻ ജുസസുഹും ജുസഫുന്നാസ്. എന്റെ സമുദായത്തിന്റെ ഭരണത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് അന്നൊരു വിഭാഗമായിരിക്കും സൽമാൻ. ജുസസുഹും ജുസഫുന്നാസ്, അവരുടെ ശരീരം മനുഷ്യന്റെ ശരീരം പോലെയാണ്. വഖുലൂബുഹും ഖുലൂബുശ് ശയാത്തീൻ, അവരുടെ ഹൃദയങ്ങളോ പിശാചിനെ പോലുള്ള ഹൃദയമാണ്. ഇൻ തകല്ലമൂ ഖതലൂ, അവർക്കെതിരെ നീ സംസാരിച്ചാൽ അവർ നിങ്ങളെ കൊന്നുകളയും. വഇൻ സകതൂ ഇസ്തബാഹൂ, അവർക്കെതിരെ സംസാരിക്കാതെ അവർ കാണിക്കുന്ന തമ്മാടിത്തരങ്ങൾക്ക് നീ മൗനം ദീക്ഷിച്ചാൽ അത് തന്നെ ലാക്കെന്ന് കരുതി നിയമങ്ങളെ അവർ മാറ്റിമറിക്കും. ഇതുവരെ പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിനെ ചവിട്ടി മെതിക്കുകയും ഇസ്ലാമിക ആദർശങ്ങളെ മാറ്റത്തിരുത്തൽ വരുത്തുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും സൽമാൻ. അങ്ങനെ ഒരു കാലഘട്ടം എന്റെ സമുദായം കണ്ടാൽ തകൂനു ഇമാറത്തുൻ നിസാ വമുശാവറത്തുൽ ഇമാം. അന്ന് അധികാരത്തിന്റെ 50% പെണ്ണുങ്ങളായിരിക്കും സൽമാൻ. അന്ന് പുരുഷന്മാര് പോലും, അധികാരികളായിരിക്കുന്ന പുരുഷന്മാര് പോലും സ്ത്രീകളോടായിരിക്കും മുശാവറ ചെയ്യുന്നത് സൽമാൻ. അങ്ങനെ ഒരു കാലം വന്നാൽ വരുമോ നബിയേ? അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ യകൂനുൽ മതറു ഖൈളാ വൽ വലദു ഖൈളാ വതഫീദുൽ ലിആമു ഫൈളാ വതഗീദുൽ ലിആമു ഖൈളാ വതഫീദുൽ കിറാമു ഫൈളാ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കണ്ടാൽ അന്ന് മഴ അല്ലാഹു പിടിച്ചു വെക്കും സഹാബ. യകൂനുൽ മതറു ഖൈളാ, മനുഷ്യന് ആവശ്യമുള്ള മഴ ലഭിക്കുകയില്ല സഹാബ. വൽ വലദു ഖൈളാ, മക്കളെല്ലാം പിഴച്ചു പോവുകയും മാതാപിതാക്കളുടെ വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കുകയും മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലമായിരിക്കും. തെമ്മാടികൾ അന്ന് അധികരിക്കുന്ന കാലഘട്ടമായിരിക്കും. സാലിഹീങ്ങളായ മാന്യന്മാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമായിരിക്കും. നബീന റസൂലുള്ളാഹി ഒരു കാലഘട്ടം വന്നാൽ ശരിയല്ലേ? ഒതുങ്ങി ഇറക്കാൻ പറ്റുമോ? പറ്റുന്നില്ല, വരാൻ പോതേ ഉള്ളൂ. പർദ്ദ ധരിക്കണ്ടെന്ന് ലോക സൂക്കി സമ്മേളനം നടന്നു. സൂക്കി സമ്മേളനം, സൂഫിയല്ല, സൂക്കി സമ്മേളനം. എന്നിട്ട് അതിനകത്ത് തീരുമാനം എടുത്തല്ല പർദ്ദ ഒന്നും ധരിക്കണ്ടെന്ന്. ഓ, ഹൗസ് ധരിക്കണ്ടെന്ന് പറയാൻ ഏറ്റവും വലിയ ഹൈറായിപ്പോയി. ഏറ്റവും വലിയ സമ്മേളനം ലോക സൂക്കി സമ്മേളനം, ചന്ത സമ്മേളനം. ആ സമ്മേളനത്തിൽ എന്ന കാര്യങ്ങളെന്ന് ആലോചിച്ചു. മോഡിയെ വിളിച്ചിട്ട് മുസ്ലിങ്ങൾ ആദരിച്ച് തൊപ്പിയിട്ട് കൊടുത്ത് സ്വീകരിച്ചില്ല. മോഡി വിളിച്ച ചാപ്പാട് പഠിച്ചിട്ട് അവൻ കൊടുത്ത കാവ്യ വസ്ത്രം മുസ്ലിയാക്കന്മാർ പോയി തല പിടിച്ച് ഒരാഴ്ച വെട്ട് തലി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. മുസ്ലിയാക്കന്മാർ അവന്റെ കാവ്യ നമ്മൾ സ്വീകരിച്ചു. നമ്മളെന്നാ ഒരു തൊപ്പി ആദരിച്ച് വെച്ചു കൊടുത്താൽ സ്വീകരിക്കണം.
അയാളുടെ ആദർശം അയാൾ ഉറക്കെ പിടിച്ചു. മുസ്ലിമാന്റെ ആദർശം അവിടെ കൊണ്ടവൻ പണയപ്പെടുത്തി. ഖിയാമത്തിന് അടയാളം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വയൽതമിസു ദുനിയാ ബിഅമലിൽ ആഖിറ. ആഖിറത്തിന്റെ പേരും പറഞ്ഞ് ദുനിയാവിനെ കച്ചവടം ചെയ്യുന്ന ഉലമാക്കളെന്നുണ്ടാകും. വയുബാഉദ്ദീനു ബിദ്ദുനിയാ. ദുനിയാവിന് വേണ്ടി ദീനിനെ കച്ചവടം ചെയ്യുന്നവരുണ്ടാകും. ആ കാലഘട്ടത്തിൽ സമ്പന്നനെ ഉയർത്തി പൊക്കിക്കാട്ടുന്ന കാലഘട്ടമായിരിക്കും. നബിയുനാ റസൂലുള്ളാഹി സമ്പന്നന്മാരെ വ്യക്തി പറയും, അവരൊക്കെ ഭരണാധികാരികൾ, അവരൊക്കെ അവരെന്ത് കാണിച്ചാലും എന്ത് തോന്നിയാസം കാണിച്ചാലും അവരെയൊക്കെ പൊക്കി പൊക്കി പറയും. അങ്ങനത്തെ ഒരു കാലമായിരിക്കും. അത് ഖിയാമത്തിന് അടയാളമാത്തോടുകൂടിയേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് ഔ കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.